have a problem. Okay, Houston, we've had a problem here. This is Houston. Say again, please. Houston, we've had a problem. We've had a main beam plus undervolt. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു സ്കൈലാബ് സിമുലേറ്ററിൻ്റെ ഉൾവശമാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ആസ്ട്രോണറ്റ്സ് ഒക്കെ സ്പേസിലേക്ക് പോകുന്നതിന് മുന്നേ സീറോ ഗ്രാവിറ്റിയിൽ ട്രെയിനിങ് ചെയ്യുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു റോക്കറ്റിൻ്റെ എക്സാക്റ്റ് കണ്ടീഷനായിരിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. നമ്മൾ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ റോക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്നതൊക്കെ. അതൊക്കെ ഇവർ ആദ്യം ട്രെയിൻ ചെയ്യുന്ന ഇവിടെയായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ റോക്കറ്റിൻ്റെ ഉള്ളിലെ സ്പേസ് മാനേജ്മെൻറ്റ് കാണാൻ പറ്റും. ഈ അടുക്കി വെച്ചതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്റ്റോറേജ് ബോക്സുകളാണ്. അത് മെഡിസിൻസ് അങ്ങനത്തെ പല കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്റ്റോറേജ് ബോക്സസ് ആണ് ഇതൊക്കെ. അതുപോലെ വാട്ടർ ടാങ്ക്, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, പിന്നെ അതുപോലെ ആ കാണുന്നതാണ് ഇവരുടെ മെയിൻ കമ്പാർട്ട്മെൻറ്റ്. അതായത് സ്പേസ് ക്യാപ്സ്യൂളിൻ്റെ മെയിൻ ഏരിയ ആണത്. നമ്മൾ ആ ഓറിയോൺ എന്ന് പറഞ്ഞ പേടകല്ലേ, അതിൻ്റെ ആ മെയിൻ ഏരിയ ആണ് ആ കാണുന്നതെല്ലാം. പിന്നെ അതുപോലെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ ആസ്ട്രോണറ്റ്സ് എങ്ങനെയാണ് കുളിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നതെന്നൊക്കെ. അതിനുള്ളൊരു ഉത്തരമാണ് കേട്ടോ അതൊക്കെ. ഇതേ ഇങ്ങനെയുള്ളൊരു ഷെൽട്ടറിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഇവർ കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതേപോലുള്ള സ്ലീപ്പിംഗ് ബോർഡിൽ നിന്നിട്ടാണ് ഇവർ ഉറങ്ങുന്നത്. ഉറങ്ങുന്ന ടൈം ആകുന്ന സമയത്ത് സ്ലീപ്പിംഗ് ബോർഡിലേക്ക് പോകുന്നു, സ്ലീപ്പിംഗ് ബോർഡ് ക്ലോസ് ചെയ്യുന്നു, എന്നിട്ട് അവർ ഉറങ്ങുന്നു. മറ്റേ നമ്മൾ അവതാർ സിനിമയൊക്കെ അല്ലേ, അതിനകത്ത് കണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മൂണായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് കേട്ടോ. ഈ കാണുന്ന സംഭവം കണ്ടോ, ഇതാണ് നമ്മളവിടെ ഡെമോ ആയിട്ട് കണ്ടിരുന്നത്. ഈ കാണുന്നത് ഒറിജിനലാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് മനുഷ്യർ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നത് കേട്ടോ. പാരഷൂട്ടൊക്കെ വെച്ചിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതേ ഓരോ സൈഡിലൊരു ഹോള് പോലെ കണ്ടോ, ഇതാണ് ത്രസ്റ്റ്. ഓക്കെ, സോ ത്രസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവരുടെ മൂവ്മെൻറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ഒരു കറുത്ത പാട് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിലൊക്കെ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻ കാരണം കത്തി നശിച്ചാട്ടോ. ഇത് ഒറിജിനലാട്ടോ കാണുന്നത്. അപ്പോളോ 17 കമാൻഡ് മൊഡ്യൂൾ എന്നാണ് ഇതിനെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഓ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇപ്പം ഉള്ളിലിപ്പം ഡെമോ ആയിട്ട് ആളെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് പക്ക ഒറിജിനലാണ്. അപ്പം അപ്പോളോ 17 കമാൻഡ് മൊഡ്യൂളാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ. പിന്നെ ഇതുപോലെ ഇവിടെ ഇവർ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൂണിൻ്റെ ഒരു സർഫേസ് ഡെമോ ആയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കാണുന്ന ഈ സ്പേസ് സ്യൂട്ടും പിന്നെ ഈ കാണുന്ന ഒരു വണ്ടിയൊക്കെ ഒറിജിനലാണ്. അതുപോലെ ഈ കാണുന്ന വണ്ടികളാണ് ഇവർ വേറൊരു ഗ്രഹത്തിൽ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ സഞ്ചരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് വണ്ടികളുടെ പേരാണ് റോവർ. ഓക്കെ, റോവർ എന്നാണ് ഈ ഒരു ടൈപ്പ് വണ്ടികളുടെ പേര്. ഇവിടെ കണ്ടോ, ഈ ഒരു ആൻറ്റിന അത് നേരെ പോയിൻ്റ് ഔട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ഭൂമിയിലേക്കാണ്. അതായത് മൂണിൽ നിന്ന് നേരെ ഭൂമിയിലേക്ക് സിഗ്നൽസ് അയക്കുന്നതാണിത്. അതുപോലെ ഈ കാണുന്ന ഈ ഒരു വീഡിയോ പ്ലേബാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോളോ 17 മിഷൻ കഴിഞ്ഞിട്ട് ഈ ആസ്ട്രോണറ്റ്സിനെ കടലിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണിത്. നമ്മൾ ഈ അടുത്ത് സുനിത വില്യംസിനെയൊക്കെ നമ്മൾ റിക്കവർ എടുക്കുന്ന വീഡിയോ നമ്മളിവിടെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ റിക്കവർ ചെയ്ത് വരുന്ന ഒരു വീഡിയോ ആണ്. ആ കാലത്ത് അവർ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇവിടെ പ്ലേബാക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മളടുത്തായിട്ടേ ചന്ദ്രനെ തൊടാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഹൈ സെക്യൂരിറ്റി ആയിട്ട് ഉള്ളൊരു വോൾട്ടാട്ടോ. ഈ ഡോറിൻ്റെ ഒരു വീതി നോക്ക്, ഇത് ബോംബിട്ട് തകർത്താലും പൊട്ടൂല എന്നുള്ളതില്ല. അത്രയ്ക്ക്, അല്ല അങ്ങനെ പറയുന്നില്ല, അത്രയ്ക്ക് ഭയങ്കര സെക്യൂരിറ്റിയിലാട്ടോ ഇത് വെച്ചേക്കുന്നത്. കാരണം ഇവർക്ക് സത്യം അതേപോലെ സംഭവം കേട്ടോ. അതായത് ഈ ലോകത്തിൽ അമേരിക്കയ്ക്ക് അവകാശപ്പെടാവുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, മുകളിൽ നടന്നിട്ടുണ്ട് ആദ്യം അവരാണല്ലോ. അത് തെളിയിക്കുന്ന ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവർക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് ഇത്രയും സെക്യൂരിറ്റിയിൽ അത് കൊടുക്കണം. കണ്ടോ, ദ ലൂണാർ സാമ്പിൾ വോൾട്ട് ഈസ് നൗ ഓപ്പൺ.
നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ടച്ച് ചെയ്യാൻ പറ്റും. യെസ്, നമുക്ക് ഇത് കണ്ട, ഇതും ചന്ദ്രനെ കൊണ്ടുവന്നിട്ടുള്ള കല്ലാണ്. ഇത് കണ്ട, നമ്മളിത് നമ്മുടെ അമ്പിളി അമ്മാവനെ തൊടാൻ പോകാം കേട്ടോ. എൻ്റെ മോനെ, ഇത് അവിടെ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് കണ്ടോ. നമ്മളങ്ങനെ സ്പേസിൽ നിന്നുള്ള മൂണിൽ നിന്നുള്ള കല്ല് തൊട്ടിരിക്കുകയാണ് ഗൈസ്. മറ്റേത് ചൊവ്വേനെയും തൊട്ടു, അതേപോലെ ഇപ്പോൾ ചന്ദ്രനെയും തൊട്ടു. വാവ്, സൂപ്പർ, പൊളി. എന്താ മോനെ, അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുക കേട്ടോ. പിന്നെ അത് ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട പോലെ അവരവിടുന്ന് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട്, അതായത് ഭയങ്കര സെക്യൂരിറ്റിയോട് കൂടി ഇവർ ഓരോ സംഭവങ്ങൾ ചെയ്ത് അതിനകത്തുനിന്ന് ഓരോന്നെടുത്ത് മാറ്റി വെക്കുന്ന കേട്ടോ. അതൊക്കെ കാണുന്നു. ഇങ്ങനെയാണ് ഇവർ ഈ സാമ്പിളുകൾ പരിശോധിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ചന്ദ്രൻ എടുത്തിട്ട് വന്ന കല്ലുകളാട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ ഒരു ഫ്ലൈറ്റ് പാർക്കിലേക്ക് കേട്ടോ. ഇവിടെ ഒരു 747 അതിൻ്റെ മുകളിൽ സ്പേസ് ഷട്ടിലും കാണുന്നുണ്ട് കേട്ടോ. നോക്കി കണ്ടോ, ഒറിജിനൽ 747 കേട്ടോ. ഇത് പണ്ട് അമേരിക്കയുടെ പാസഞ്ചർ ഫ്ലൈറ്റ് ആയിരുന്നു. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു സ്പേസ് ഷട്ടിൽ വെച്ചിട്ട് ഭൂമിയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഈ സ്പേസ് ഷട്ടിലിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് ഇവർ കണ്ടുപിടിച്ചത് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിത് മുകളിലേക്ക് പോയി കയറി. എന്നിട്ട് ഇതാ നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത് 747 ഉള്ളിലേക്കാണ് കേട്ടോ. അതല്ല, ഇത് ആദ്യം നമുക്ക് 74 ഇതിനകത്ത് കിടക്കാം. പണ്ടത്തെ പാസഞ്ചർ ഫ്ലൈറ്റ് ആയിരുന്നു നല്ലത്. ഇപ്പോൾ നിലവിൽ സ്പേസ് ഷട്ടിൽ ആരും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതെന്താണെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതായത് ഈ സ്പേസ് ഷട്ടിൽ ഉപയോഗിച്ചിരുന്നത് സ്പേസിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനും അതേപോലെ തിരിച്ചു കൊണ്ടുപോകാനായിരുന്നു. അതായത് ഒരു റോക്കറ്റിൻ്റെ കൂടെ ഈ സ്പേസ് ഷട്ടിൽ അറ്റാച്ച് ചെയ്തിട്ട് ലോഞ്ചിങ് നടത്തിയിരുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് സ്പേസിൽ പോയിട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ട് ഡോക്ക് ചെയ്യുകയും പിന്നെ അവിടെയുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സ്പേസ് ഷട്ടിൽ തന്നെ തിരിച്ച് ഭൂമിയിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുവരികയും ചെയ്യുന്നതായിരുന്നു. ഓക്കെ, അതായത് ഈ സ്പേസ് ഷട്ടിലുകൾ വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു സ്പേസ് ഷട്ടിൽ 2011 കാലഘട്ടത്തോടു കൂടി നാസ അവസാനിപ്പിച്ചു. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1986 ഇവർ ഈ സ്പേസ് ഷട്ടിൽ വെച്ച് ഒരു മിഷൻ ചെയ്തപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി. അതിനെ ചലഞ്ചർ ഡിസാസ്റ്റർ എന്നും പിന്നെ അതുപോലെ 2003 കൊളംബിയ ഡിസാസ്റ്ററും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ലാതെ ഈ ഒരു സ്പേസ് ഷട്ടിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് പിന്നെ ഉപയോഗിക്കണമെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിഭീകരമായിരുന്നു. സോ അതിന് പകരമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന SLS റോക്കറ്റുകളും പിന്നെ ഓറിയോൺ ക്യാപ്സ്യൂളും ഉപയോഗിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഈ ഒരു സ്പേസ് ഷട്ടിലിനെക്കാട്ടും ചിലവ് കുറഞ്ഞതും സേഫ്റ്റി കൂടിയതാണ് ഈ ഒരു ഓറിയോൺ ക്യാപ്സ്യൂളുകൾ. അതുകൊണ്ട് തന്നെ 747 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വിമാനവും പിന്നെ അതുപോലെ ഈ സ്പേസ് ഷട്ടിലും ഇപ്പോൾ നിലവിൽ ഇവിടെ പബ്ലിക്കിന് വേണ്ടി ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. നമ്മുടെ സുനിത വില്യംസ് പുള്ളിക്കാരി ഇപ്പോഴും സ്പേസിലാട്ടോ. എന്നാലോചിച്ച് നോക്കി, പുള്ളിക്കാരി പോയത് പുള്ളിക്കാരി എന്നല്ല എല്ലാവരും പോകുന്നത് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ അവർക്കൊരു പേഴ്സണൽ അച്ചീവ്മെൻറ്റോ അങ്ങനത്തെ കാര്യത്തിനൊന്നും അല്ല കേട്ടോ.
നമ്മളിനി ഒരു ട്രാം ടൂറിന് വേണ്ടി പോവാം കേട്ടോ. അതായത് ഒരു റോക്കറ്റ് പാർക്ക് ഉണ്ട് ഇവിടെ, ആ റോക്കറ്റ് പാർക്ക് കാണാൻ വേണ്ടി പോവാണ്. ദൂരെ കാണുന്നത് കണ്ടോ, സാറ്റേൺ 5. ആ ഒരു വലുപ്പം ഉണ്ടാവും, ആ ഒരു നീളത്തിലായിരിക്കും റോക്കറ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് നാസയുടെ മിഷൻ കൺട്രോൾ സെൻ്റർ ആട്ടോ. ഇവിടെയാണ് ഇവിടെ എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അങ്ങനെ എൻട്രി ഇല്ല, ഭയങ്കര സെക്യൂരിറ്റി ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ അതൊക്കെ. അപ്പം ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ട്രാം ടൂർ വെച്ചിട്ട് പബ്ലിക്കിനെ കാണാൻ പറ്റും കേട്ടോ. ഇത് ഇത്രയും പേരുണ്ട് കേട്ടോ ഈ ഒരു വണ്ടിയിൽ. അപ്പം നമ്മൾ ആ പുള്ളിക്കാരിനെ ഫോളോ ചെയ്ത് പോവാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഇവരുടെ മിഷൻ കൺട്രോളിൻ്റെ സ്ഥലത്തേക്ക് കേട്ടോ. എങ്ങനെയാണ് ഒരു മിഷൻ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനത്തെ സംഭവങ്ങൾ ഒരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ട്, അത് കാണാൻ പോവാണ്. 84 സ്റ്റെപ്സ് ഉണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇവിടെ എത്തി. Any roads all this that left hand side. നമ്മളിപ്പോൾ കാണുന്നത് എന്താ അറിയോ, ഇവിടെ നിന്നാണ് ഇവർ ലൈവായിട്ട് മിഷൻ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, മൂവീസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും, റോക്കറ്റ് പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇവിടെ നിന്നിട്ട് ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ നിരീക്ഷിക്കും. അപ്പം പ്രസിഡൻറ്റ് അങ്ങനത്തെ മെയിൻ വലിയ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ലൈവായിട്ട് കാണും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. I would like to welcome you to the historic Mission Operations Control Room. Eagle looking great. Your go. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഓഡിയോ ആൻഡ് വീഡിയോ പ്ലേബാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1969 അപ്പോളോ 11 മൂൺ മിഷൻ കൺട്രോൾ ചെയ്തപ്പോൾ അവരിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ച് അതേ സെയിം എക്സാക്റ്റ് ഡാറ്റയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് നാസ ആ ഒരു മിഷൻ മൊത്തം കൺട്രോൾ ചെയ്തത്. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ കുറേ സയൻറ്റിസ്റ്റ് ഇവിടെ ഇരുന്നിട്ട് റോക്കറ്റ് പോകുന്നത് നോക്കി പിന്നെ സക്സസ് ആയിട്ടിനെ കൈയടിക്കുന്നത്, അങ്ങനത്തെ കുറേ പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടേഴ്സൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അത് ആക്ച്വലി ഇത് പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ല, അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള മിഷന് മാത്രം ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ആണത്. അത് എന്താ കറക്റ്റ് പേര് പറയുന്നത് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഈ മിഷൻ നടക്കുന്ന സമയത്ത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഇൻവെൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുപോലെ ഈ റോക്കറ്റിൻ്റെ പൊസിഷൻ, ആംഗിള്, അങ്ങനെയുള്ള ആ ഒരു ഡാറ്റ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും നിങ്ങൾക്കിവിടെ ആ സ്ക്രീനിൽ കാണാൻ പറ്റും കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് കാണുന്ന പല ടെക്നോളജീസും ഇല്ലാത്ത ആ ഒരു സമയത്താണ് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്. അതൊരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ് കേട്ടോ. Neil and Buzz, the President of the United States is in his office now and would like to say a few words to you. Over. That would be an honor. നമ്മളിപ്പോൾ കേട്ടത് ആ കാലത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള റിച്ചാർഡ് നെക്സൺ മിഷൻ സക്സസ് ആയതിനു ശേഷം നമ്മുടെ വൈറ്റ് ഹൗസിൽ നിന്ന് ഡയറക്റ്റ് നീൽ ആംസ്ട്രോങ്ങിനെയും ടീമിനെയും ഹൂസ്റ്റൺ ത്രൂ കോൾ ചെയ്യുന്നൊരു ഓഡിയോ റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പം അവരവിടെ മിഷൻ സക്സസ് ആയി അവിടെ ഇറങ്ങിയപ്പം ഇവിടെ നിന്ന് വിളിച്ച് പറയാണ്, ഓ ദിസ് ഈസ് എ വെരി പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ വിളിച്ച് പറയുന്ന ഒരു ഓഡിയോ ആണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് അതൊക്കെ നേരിട്ട് കാണാൻ പറ്റുമൊക്കെ. നമ്മളിപ്പോൾ കണ്ടത് അപ്പോളോ 11 മിഷൻ കൺട്രോൾ സിസ്റ്റം ആയിരുന്നു കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പേഴ്സണൽ കമ്പ്യൂട്ടർ പോലും കണ്ടുപിടിക്കാത്ത കാലത്താണ് നമ്മൾ ചന്ദ്രനിൽ കാലുകുത്തിയത്. എൻ്റെ മോനെ, ഒരു ഹിസ്റ്ററിക് സംഭവം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ
ആ സമയത്ത് നീൽ ആംസ്ട്രോങ് ആദ്യമായി കാലുകുത്തി. പിന്നെ അവരുടെ പുറകെയുള്ള ആൾക്കാർ അതിനകത്ത് ഇറങ്ങി, ചന്ദ്രനിലിറങ്ങി. അപ്പം ആ സമയത്തുള്ള US പ്രസിഡൻറ്റ് ഡയറക്റ്റ് വിളിക്കുന്ന ഫോൺ കോളൊക്കെ ആട്ടോ നമ്മൾ കേട്ടത്. അപ്പം ഇതിൽ പരം വേറെ എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? പിന്നെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുള്ള പല കല്ലുകൾ, പിന്നെ പാറക്കല്ലുകൾ, പിന്നെ വേറെ പല ധാതുക്കൾ, ഇതൊക്കെ അവരെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്കവിടെ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പരം തെളിവൊന്നുമില്ല. അപ്പം ആ കോൺട്രവേഴ്സികൾക്കുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ ഇന്ന് കണ്ടത് കേട്ടോ. നമ്മൾ കാല് കുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അല്ലേ. ഇപ്പം എന്തായാലും നമ്മൾ തിരിച്ച് റോക്കറ്റ് പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു റോക്കറ്റ് കാണാനുണ്ട്. നമ്മൾ പോകുന്ന വഴി അവിടെ ഇറങ്ങിയിട്ട് റോക്കറ്റ് കാണുന്നതായിരിക്കും. ഒട്ടുക്കത്തെ തണുപ്പാണ്, ഒരു രക്ഷയില്ല. വിൻസ്റ്റോം വാണിംഗ് ഒക്കെ ഉണ്ട് അല്ലേ? അതെ, നാളെയാണ്. പക്ഷേ ഇപ്പോഴേ അടിച്ചു തുടങ്ങി. അപ്പം ഇത് ഇത്ര എല്ലാവരും റിട്ടേൺ ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാവരും വന്നു തുടങ്ങി. ഇനി നമുക്ക് നേരെ പോകണം കേട്ടോ. ഭയങ്കര തണുപ്പാട്ടോ ഇവിടെ. തണുത്തിട്ട് രക്ഷയില്ല കേട്ടോ. നമുക്ക് ആക്ച്വലി ഒരു അബദ്ധം പറ്റി. റോക്കറ്റ് പാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാം ടൂർ അല്ലായിരുന്നു എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ അബദ്ധവശാൽ എടുത്തു പോയതാണ്. പക്ഷേ എന്നാലും നമുക്ക് ഈ കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇതിൻ്റെ പാർട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം കൂടി ജോയിൻറ്റ് ചെയ്ത് വെച്ച സംഭവമാണ് ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഇവർ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആർട്ടിമിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഫ്യൂച്ചർ മൂൺ മിഷൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇവർ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ആർട്ടിമിസ്, എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതെ, ഇവരാണ് ഈ 4 പേരാണ് കേട്ടോ അടുത്തതായിട്ട് ചന്ദ്രനിലേക്ക് പോകുന്നത്. കണ്ടോ, മീറ്റ് ദ ആർട്ടിമിസ് ക്രൂ, ആർട്ടിമിസ് 2 ക്രൂ. ഓക്കെ, ഇവരാണ് പോകുന്നത് കേട്ടോ. എൻ്റെ മോനെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓറിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേടകല്ലേ, അതിൻ്റെ ഉള്ളിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഫുള്ള് റോബോട്ടിക് ഒക്കെ ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ പോകുന്നുണ്ടാവുക. ഓ അമ്മേ, ഈ ആർട്ടിമിസ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഇതാണിപ്പം ഇവർക്കുള്ള SLS എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള റോക്കറ്റ്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെയുള്ള നീ കളയില്ല അതിനെ പിടിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് SLS എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ വെച്ചിട്ടുള്ള റോക്കറ്റ്. ഇതിൻ്റെ 70% എന്താണ് ഇന്ധന ടാങ്ക് ആയിരിക്കും കേട്ടോ. 70% ഇന്ധന ടാങ്ക് ആയിരിക്കും ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഈ ഓറിയോൺ എന്ന് പറഞ്ഞ പേടകത്തിലായിരിക്കും നമ്മുടെ ആസ്ട്രോണറ്റ്സ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഓൾറെഡി ആർട്ടിമിസ് 1 എന്ന് പറഞ്ഞിട്ടുള്ള മിഷൻ ഈ ഓറിയോൺ ഇതിനകത്തേക്ക് വിട്ടിട്ട്, അതായത് മൂണിലേക്ക് വിട്ടിട്ട് ഇവിടെ ഒരു ബേസ് ക്യാമ്പ് പോലെ സിസ്റ്റം ലോഞ്ച് ചെയ്ത് ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആർട്ടിമിസ് 1. ഓക്കെ, ഇനി ആർട്ടിമിസ് 2-നകത്ത് ഇതേപോലെ SLS-നകത്ത് ഈ ഓറിയോൺ SLS നമ്മളിവിടുന്ന് ഭൂമിയിൽ നിന്ന് ലോഞ്ച് ചെയ്യും. ഓക്കെ, ലോഞ്ച് ആവുന്നില്ലല്ലോ. ലോഞ്ചായി. എന്നിട്ട് ഓറിയൻ ഫ്യൂൽ തീരുന്ന സമയത്ത്, ഫ്യൂൽ തീരുമ്പോഴല്ല, ഫ്യൂൽ തീരുമ്പോൾ മീൻസ് ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഡിസ്ട്രാക്റ്റ് ആയി പോവുമല്ലോ. നിൽക്ക് ഒരു മിനിറ്റ്. ഈ ഓറിയോൺ മാത്രം ഇങ്ങനെ പോയിട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയി ഡോക്ക് ചെയ്യും. ഓക്കെ, ഇവിടുന്ന് ഓസ്ട്രോണറ്റ്സ് എന്താക്കും, ഈ ഗേറ്റ് വേ ഇത് ഗേറ്റ് വേ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സെൻ്ററാണ്. ഇതിനകത്തേക്ക് കയറുന്നു, എന്നിട്ട് ഇവിടെ താമസിക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു സാധനമുണ്ട്, HLS എന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് ഉണ്ട്. അത് ത്രൂ ഹ്യൂമൻ ലാൻഡിങ് സിസ്റ്റം, ഹ്യൂമൻ ലാൻഡിങ് സിസ്റ്റം അതാണ് ഈ HLS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ആസ്ട്രോണറ്റ്സ് ഇതിനകത്ത് കയറിയിട്ട് നേരെ ഇവിടെ പോയിട്ട് മോണിൽ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന ബേസ് ക്യാമ്പിനകത്ത് പോകുന്നു. അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. മോണിനെക്കുറിച്ചുള്ള ഫുള്ള് പഠനം മൊത്തം ഇവിടുന്ന് ചെയ്യുന്നു. എന്നിട്ട് ഇവരെ വർക്ക് കഴിയുന്നു, നേരെ ഇങ്ങോട്ട് പോകുന്നു. ഈ ഗേറ്റ് വേ ത്രൂ ഓറിയോൺ ത്രൂ എൻ്റെ അമ്മ വരുന്നില്ലല്ലോ. നേരെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. ഇതാണ് കേട്ടോ, എത്ര സിമ്പിൾ. ഇതാണ് ഇവർ ആർട്ടിമിസ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ആർട്ടിമിസ് 1 ഓൾറെഡി പോയി ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി 2-നകത്ത് പോയിട്ട് 1 ഓൾറെഡി 2022
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2022 എപ്പോഴാണ് ഇത് പോയത്, നവംബർ 2022 ആർടെമിസ് 1 ഓൾറെഡി ലോഞ്ച് ആയി കഴിഞ്ഞു. ഓക്കെ, ലോഞ്ച് ചെയ്ത് മോണിൽ പോയിട്ട് ബേസ് ക്യാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ആർടെമിസ് 2-നകത്തായിരിക്കും ഈ ആസ്ട്രോണറ്റ്സ് പോകുന്നുണ്ടാവുക. ആസ്ട്രോണറ്റ്സ് പോകുന്നു, അവിടെ ഇറങ്ങുന്നുണ്ടാവില്ല അല്ലേ, ഓർബിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. ഓക്കെ, ദെൻ അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർടെമിസ് 3, അതിനകത്ത് ഇവരെന്ത് ചെയ്യും, ആസ്ട്രോണറ്റ്സ് കയറി മുകളിൽ ഇറങ്ങുന്നു, അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇതായിരിക്കും ആർടെമിസ് 3-നകത്ത് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ളതൊക്കെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ സ്പേസ് ട്രാവലും കാര്യങ്ങളൊക്കെ പോസിബിൾ ആവും. അപ്പോൾ ISS ആണ് ഇവരുടെ ഒരു ഗേറ്റ് വേ ഓഫ് മൂൺ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ഗേറ്റ് വേ ഓഫ് മൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ISS ആയിരിക്കും ഇവരുടെ ഗേറ്റ് വേ ഓഫ് മൂൺ. ഓക്കെ, അപ്പോൾ അതിനകത്ത് കണക്ട് ചെയ്യുന്നതിന് ഡോക്ക് ചെയ്യാന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കണക്ട് ചെയ്യുന്നു, അവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് കയറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, നമ്മുടെ പുറകെ കാണുന്നില്ലല്ലോ, ഈ മുകളിലെത്തും. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, എന്തൊരു അത്ഭുതം തന്നെയാണ്, ഒരു മായാലോകം തന്നെ കേട്ടോ. ഒന്നും പറയാല്ല. അങ്ങനെ ഞങ്ങൾ നാസ കണ്ടു, കീഴടക്കി. നാസ കണ്ട് പുറത്തിറങ്ങി കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാവും. ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, അന്ന് ഇതിനായിരുന്നു അല്ലേ ഈ സംഭവങ്ങളൊക്കെ ചെയ്തത്. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ വല്ലാതെ ചിന്തിക്കും കേട്ടോ, ഭയങ്കരമായിട്ട് ചിന്തിക്കും. ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കുന്നത്, അമേരിക്ക പെട്ടെന്ന് തന്നെ ചൊവ്വയിലേക്ക് പോകാനുള്ള പരിപാടി നോക്കുക. ഇപ്പോഴും ചൊവ്വാദോഷമെന്നോ അല്ലാത്ത ദോഷമെന്നും പറഞ്ഞിട്ട് കുറേ പേര് നമ്മുടെ നാട്ടിൽ പൂണ്ട് വിളയാടുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ മനുഷ്യന്മാർ എന്തോരം ചെറുതാണെന്ന് നമുക്ക് ഇവിടെ വന്നിട്ട് മനസ്സിലാവും കേട്ടോ, വളരെ ചെറുതാണ്. പക്ഷേ എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം എന്താ അറിയോ, ഇതൊക്കെ കണ്ടുപിടിച്ചത് മനുഷ്യൻ തന്നെയല്ലേ. അത് പറയുന്ന സമയത്ത് മീൻസ് അത് ആലോചിക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഇത് വരും, വണ്ടറാവുന്ന ഇതാവും ശരിക്കും പറയുകയാണെങ്കിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെഷീനറീസൊക്കെ കണ്ടിട്ട് ആ ചെറിയൊരു സാധനം വരെ, ആ ചെറിയ സൂചി പോലത്തെ സാധനം വരെ മനുഷ്യനാണ് കണ്ടുപിടിച്ചത്. എൻ്റെ മോനെ എന്തോരം ഇതായിരിക്കുമല്ലോ, എന്ത് ബുദ്ധിമാന്മാരായിരിക്കും ഇതൊക്കെ കണ്ടുപിടിച്ച്. അതാ ഞാൻ ആലോചിക്കുന്നേ. അതായത് ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഒരിക്കലും ആക്സിഡന്റ് ആകാൻ പറ്റൂല. എന്തൊക്കെ ചിന്തിക്കണമല്ലേ. അതായത് എല്ലാം അറിയണം, മെക്കാനിക്കലി അറിയണം, IT പരമായിട്ട് അറിയണം, ബയോളജിക്കലി അറിയണം, അങ്ങനെ എല്ലാം അറിയണം. അപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ അത് ഇവിടെ വന്നിട്ട് കാണുന്നത്. അപ്പം അമേരിക്കയിൽ വരാൻ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ, അല്ലെങ്കിൽ അമേരിക്കയിൽ ഉള്ളവരോ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണണം എന്ന് പറയുന്നൊരു സ്ഥലമാട്ടോ അത്. അതായത് സാധാരണ നമ്മുടെ നാട്ടിൽ പ്ലാനറ്റോറിയം ഉണ്ട്. ഓക്കെ, പ്ലാനറ്റോറിയം പോയി കണ്ടാലും മതി. അവിടെ പോയാലും നമുക്കൊരു അതിശയിപ്പിക്കുന്ന ഫാക്ടർ അവിടെ എന്തായാലും ഉണ്ട്. കാരണം നമ്മൾ കാണാത്ത പല സംഭവങ്ങളും, നമുക്ക് അറിയാത്ത പല സംഭവങ്ങളും നമ്മൾ നേരിട്ട് കണ്ട് അറിയുന്ന സമയത്ത്, അതും ഇവിടെയൊക്കെ ഒറിജിനൽ സാധനം സ്പേസിലേക്ക് വിട്ട് തിരിച്ചിറക്കി ഒറിജിനൽ സാധനം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്തായാലും 10 മണിക്ക് സത്യം, അതെ 10 മണിക്ക് അതെ, കട പൂട്ടുന്നവരെ ഉള്ളിൽ തന്നെയായിരുന്നു, ഇറങ്ങാൻ തോന്നുന്നില്ല. അതെ, മൊത്തം എനിക്ക് പിന്നെ അതുപോലെ ഈ വ്ളോഗിനകത്ത് എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ട് അതിന്റെ വോയിസ് ഓവർ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം തെറ്റ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കാരണം ഇതിനകത്തൊന്നും ചുമ്മാ തട്ടിവിടാൻ പറ്റൂല, ചുമ്മാ തട്ടിവിടാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന പല സംഭവങ്ങളും ഉണ്ടാകും, പക്ഷേ ഇത് നടക്കൂല കേട്ടോ. അപ്പം തെറ്റ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അപ്പം അങ്ങനത്തെ കുറേയൊക്കെ എനിക്ക് പറ്റുന്നിടത്തോളം ഞാനിത് നല്ല വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇന്നത്തെ ഒരു റോക്കറ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള യാത്രകൾ നമ്മൾ നടത്തുന്നതാണ്. കാരണം ഇത് വെറൊരു തുടക്കം മാത്രം എന്നേ ഞാൻ പറയുള്ളൂ അല്ലേ. അമേരിക്കയിൽ വെറും തുടക്കം മാത്രം. നമ്മൾ കാണാത്ത പല പല സ്ഥലങ്ങളിൽ പോയിട്ട് യാത്രകൾ ചെയ്യാനുള്ളൊരു പരിപാടി എന്തായാലും ഉണ്ട്, ഉറപ്പല്ലേ.
ട്രാവൽ എന്തായാലും നമ്മൾ നന്നായിട്ട് അമേരിക്ക മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.